ഹലോ ഫ്രണ്ട്സ്, വെള്ളവനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ജോലി കഴിഞ്ഞ് വരികയാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്നെ കാത്തു നിൽക്കേണ്ട ഏട്ടൻ ടൗണിൽ നമ്മുടെ പഴയലക്കടി. അപ്പോൾ ഇന്ന് സൺഡേ ഏട്ടൻ ചിക്കൻ മേടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വരുമ്പോഴേക്കൊക്കെ ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് മേടിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ നടന്നു പോവുകയാണ് റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റോഡൊക്കെ മുറിച്ച് കിടന്നു. അപ്പോൾ ഒന്ന് കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് കേട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ ഇനി ഓട്ടോയിൽ പോകണം. സാധനമൊക്കെ മേടിച്ച് നമ്മൾ ഇറങ്ങി. ഏട്ടന് വണ്ടി കിടയാണ്, നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഓട്ടോയിലൊക്കെ കയറി നമ്മൾ വീട്ടിലെത്തിയിട്ടോ. ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കണം. ഇപ്പോൾ വീട്ടിലേക്ക് പോണ വഴിയാണ്, നമുക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ. വീട്ടിലേക്ക് പോണ വഴിയാണ്, നമ്മൾ വീട്ടിൽ പോവുകയാണ്. നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്നത് നമ്മുടെ കുട്ടാപ്പി ഓടി വരുന്നു. എന്താണ് അവ കാണാനില്ല കേട്ടോ. അവനെ കാണുന്ന വലിയത് സുഖമൊന്നുമില്ല. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വന്നു. നമ്മുടെ അമ്മ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക കേട്ടോ, മേടിച്ചു കൊടുക്കുന്നത്. സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് പുറത്തെടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ പഞ്ചസാരയൊക്കെ എടുത്ത് നമ്മുടെ അമ്മ കൊട്ടി വെച്ചു കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ചായ കുടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അമ്മ കുടിച്ചു കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോൾ അമ്മ ചായയൊക്കെ കുടിച്ചു. അപ്പം ഞാൻ ഏട്ടനെ കാത്തിരിക്കും. അപ്പം ഞാൻ ഏട്ടനും പാടെ ഇരുന്ന് ചായ കുടിച്ചു. നമ്മുടെ കാശിക്കുട്ടനെ 5 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ ഇടുന്നതാണ്. നല്ല പനിയാണ് കേട്ടോ. കൈയൊക്കെ നല്ല വീങ്ങിക്കണം കാണാല്ലേ. അവനെ പനിയാണ്. അതാണ് അമ്മയുടെ കൂടെ അങ്ങനെ ചുരുണ്ട് ഇരിക്കുന്നത് മടിയിൽ. അപ്പോൾ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു നമ്മൾ പാചക പരിപാടിക്ക് കിടന്നു കേട്ടോ. അപ്പോൾ അമ്മ ഉള്ളിയൊക്കെ നേരാക്കുന്നുണ്ട്. ചിക്കൻ മേടിച്ചിട്ട് നിന്ന്. അപ്പോൾ ഉള്ളിയൊക്കെ നേരാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുട്ടിനുള്ളത് കുഴക്കി ഏട്ടനുള്ള തേങ്ങയൊക്കെ ചിരവി തന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പാചക പരിപാടിക്ക് കിടന്നു കേട്ടോ. ഇന്നിപ്പോൾ എന്നോട് ഏട്ടൻ പറഞ്ഞു ഞാനാ ചിക്കൻ ഉണ്ടാക്കുന്നത്, ഇന്ന് ഫുൾ ചിക്കൻ്റെ പരിപാടി ഞാനാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനങ്ങനെ പുട്ടുണ്ടാക്കാൻ നിന്നു. എന്താവോ എന്തോ, നമുക്ക് കണ്ടറിയാം. പറ്റുമെങ്കിൽ ഞങ്ങൾ ചിക്കൻ കൂട്ടി പുട്ട് കഴിക്കും കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ വെറുക്കിനെ പുട്ട് കഴിക്കുക. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ ആയി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മളങ്ങനെ തള്ളി മറിച്ചിട്ടു. അപ്പോൾ പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നൈസിൽ എന്നോട് പറയുകയാണ്, നീ ആ പൊടി ഒന്ന് എടുത്തതായോ എന്ന് പറയുകയാണ്. ചിക്കനൊക്കെ ഒറ്റയ്ക്ക് വെക്കാമെന്ന് പറഞ്ഞ ആളാണ് എന്നോട് പറയണത് പൊടിയൊക്കെ ഒന്ന് ഇട്ടതായോ എന്ന്. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണികളൊക്കെ ഒന്ന് മടക്കാൻ പോയി കേട്ടോ. ഇന്ന് ജോലി ഇല്ലാത്ത ദിവസം ഞങ്ങൾ രണ്ടുപേരുമ്പോഴാണ് തുണികളെല്ലാം കഴുകിയിടുക, പുതപ്പും വിരിപ്പൊക്കെ. ഇന്ന് ഏട്ടൻ പാവം ഒറ്റയ്ക്കാണ് കേട്ടോ ഡ്രസ്സുകളൊക്കെ തിരുമ്പിയിട്ടത്. അപ്പോൾ മടക്കിയൊക്കെ ഞാൻ വെച്ചു. അതൊക്കെ കൊടുന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ തുണികളൊക്കെ മടക്കി വെച്ച് നമ്മൾ അലമാരയൊക്കെ എടുത്ത് വെച്ച്. അപ്പോഴേക്കും കാശിക്കുട്ടന് നല്ല തലവേദനിക്കണമെന്ന് പറഞ്ഞിട്ട് നീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അവനെ നെറ്റിയിൽ തുണിയൊക്കെ നനച്ചിട്ട് കൊടുത്തു. നമ്മുടെ ചിക്കൻ കറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും മല്ലിത്തലയൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ച് നമ്മളത് വാങ്ങി വെച്ചായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കണ്ണനെ വിശക്കണമെന്ന് പറയാൻ തുടങ്ങി. അവനും ചെറുതായിട്ടൊരു ജലദോഷം തലവേദനയൊക്കെ ഉണ്ട്. അവനും കിടക്കുമായിരുന്നു. അപ്പോൾ കഴിക്കാനൊക്കെ ഞങ്ങളെല്ലാവരും പാടെ ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പാടെ ഏട്ടൻ എന്തോ കാര്യപ്പെട്ട കാര്യം സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നും കേട്ടോ. പക്ഷെ അതൊന്നല്ല പറയണത്. ഏട്ടൻ കമൻസിനെ കുറിച്ചും നമ്മൾ ഡെയിലി ആൾക്കാർ വിളിക്കാറുണ്ട് അതിനെക്കുറിച്ചും വീഡിയോസിനെ കുറിച്ചൊക്കെ ഏട്ടാ പറയണത്. ഏട്ടന് നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ് എല്ലാവരും വിളിക്കുന്നതും കമൻറ്റും. നമുക്കൊരുപാട് സന്തോഷം അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൊച്ചു ഫാമിലിനെ ഇഷ്ടപ്പെടും. നമ്മൾ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കട്ടെ. ടാറ്റ ബൈ ബൈ, സീ യു.